നമുക്ക് 54-ാമത്തെ വർക്ക്ഷീറ്റിലേക്കാണ് കടക്കേണ്ടത്. കഴിഞ്ഞ ഇൻട്രൊഡക്ടറി സെഷനിൽ പറഞ്ഞതുപോലെ 3 പ്രധാനപ്പെട്ട ട്രിഗണോമെട്രിക് മെഷർമെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സൈൻ മെഷർ, കോസ് മെഷർ ആൻഡ് ടാൻ മെഷർ ഓഫ് ആംഗിൾസ്. ഒരു ആംഗിളിൻ്റെ സൈൻ മെഷർ എന്താണ്, കോസ് മെഷർ എന്താണ്, ടാൻ മെഷർ എന്താണെന്ന് പറഞ്ഞു. നമ്മളത് ഡിഫൈൻ ചെയ്തത് റൈറ്റ് ട്രയാങ്കിളിൻ്റെ അക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇനിയുള്ള പഠനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഈ പ്രധാനപ്പെട്ട 3 മെഷർമെൻറ്റ്സിനെ അടിസ്ഥാനമാക്കി തന്നെയാണ്. അപ്പം അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സൈൻ ഓഫ് ആൻ ആംഗിൾ, അക്യൂട്ട് ആംഗിൾ, നമ്മളിപ്പോൾ പറയുന്നത് അക്യൂട്ട് ആംഗിൾ ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് adjacent side by hypotenuse. Tan opposite side by adjacent side. പൈതഗോറസ് തിയറം നമുക്ക് നന്നായിട്ട് അറിയാം. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ചെയ്യേണ്ട 1-2 കണക്കുകളാണ് ഓരോ ചോദ്യത്തിനും അകത്തുള്ളത്. 1-2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓരോ ചോദ്യത്തിനകത്തും. അങ്ങനെയുള്ള 5 ചോദ്യങ്ങളാണ് ഈ വർക്ക്ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. സൈൻ എ ഇസ് ഈക്വൽ ടു 3/5. ഒന്നാമത്തെ ചോദ്യം നമുക്ക് ഇങ്ങനെ എഴുതാം. ഫൈൻഡ്, ആദ്യം നമുക്ക് ഇങ്ങനെ എഴുതാം. ഡ്രോ എ റഫ് ഡയഗ്രാം. ഡ്രോ എ റഫ് ഡയഗ്രാം. ഓക്കെ, ഒരു റഫായിട്ടുള്ള ഒരു ഡയഗ്രാം വരയ്ക്കും. അപ്പൊ 3-5 എന്ന് പറഞ്ഞ സൈഡിന്റെ നീളം 3, ഓപ്പോസിറ്റ് സൈഡിന്റെ നീളം 3, ഹൈപ്പോട്ടൻസിന്റെ നീളം 5 എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന റേഷ്യോയാണ് 3/5. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 6ഉം ഹൈപ്പോട്ടൻസ് 10ഉം ആയാലും അത് 3/5 ആയി മാറും. അത് ഓക്കെ. അത് ഇപ്പോൾ ഈ 3നെ നമ്മളൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 9/15 എന്ന് പറഞ്ഞാലും 3/5 തന്നെയാവും. സൈൻ എ ഇസ് ഈക്വൽ ടു 3/5. ഡ്രോ എ റഫ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓപ്പോസിറ്റ് സൈഡ് 3 എന്നും ഹൈപ്പോട്ടനസ് 5 എന്നും എടുത്തിട്ട് സൈൻ ഇസ് ഈക്വൽ ടു 3/5 ആകുന്നതിനുള്ള ഒരു റഫ് ഡയഗ്രാമാണ് വരക്കുന്നത്. ഡ്രോ എ റഫ് ഡയഗ്രാം. ബി, ഫൈൻഡ് കോസെ tan A. C, find sin C, cos C and tan C. ഇതാണ് നമ്മൾ പഠിച്ച ആശയം ഒന്ന് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം ഇട്ടിരിക്കുന്നത്. ഒരു ഡയഗ്രാം വരക്കാം നമുക്ക്. വളരെ സിമ്പിളായിട്ടൊരു ഡയഗ്രാം ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, എ ബി സി. എ ഇവിടെയാണ്. 3/5 നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോയി 3ഉം ഹൈപ്പോട്ടൻസിൽ കൊണ്ടുപോയി 5ഉം എഴുതിയിട്ട് ഇവിടെ ഒരു എക്സ് എന്ന് എഴുതി ഇത് കണ്ടുപിടിക്കാം. അതായത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5² is equal to 3² plus x². That is 25 is equal to 9 plus x². Therefore, x² is equal to 25/9, that is equal to 16. X is equal to root of 16, that is equal to 4. ഇത് 4 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 4. ഇവിടെ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കോസൈൻ ടാനയും എഴുതാൻ കഴിയും. നോക്കട്ടെ, ഇവിടെ എ ആദ്യത്തെ ചോദ്യമാണ് ഈ കാണുന്നത്. എ
ആദ്യത്തെ ചോദ്യം ഡ്രോ എ റഫ് ഡയഗ്രാം, ഈ കാണുന്നതാണ്. റഫ് ഡയഗ്രാം വരച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ബി എന്നുള്ള ചോദ്യം കണ്ടുപിടിക്കുന്നതിന് എഴുതുന്നതിന് ഇത് തീർച്ചയായിട്ടും വേണം. എന്നിട്ട് മനസ്സിലാക്കുക, കോസ് എ ഇസ് ഈക്വൽ ടു എ എന്നുള്ള ആംഗിളിന്റെ കോസ് adjacent side by hypotenuse 4/5 and tan A is equal to opposite side by adjacent side 3/4. C, find sin C. Okay, sin C എന്താണെന്ന്. sin C എന്ന് പറഞ്ഞാൽ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് 4 by hypotenuse 5. cos C സിയുടെ കോസ് 3/5 and tan C that is equal to സിയുടെ ഓപ്പോസിറ്റ് സൈഡ് 4, adjacent side 3, 4/3. ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് ആദ്യത്തെ ചോദ്യം. ആ സൈൻ കോസ് ടാൻ എന്നുള്ള ആശയം ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രശ്നത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ഓക്കെ, ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ ബി is equal to 90 degree. Sin A is equal to 0.8. ഇതാണ് നമുക്കൊരു ആദ്യത്തെ ചോദ്യം. ഡ്രോ എ ഡയഗ്രാം. ഒരു ഡയഗ്രാം വരയ്ക്കുക. ബി, ഫൈൻഡ്, ഇവിടെ സൈൻ എ ആണ് തന്നിരിക്കുന്നത്, കോസ് എ ആൻഡ് ടാൻ എ. സി, ഫൈൻഡ് സൈൻ സി, കോസ് സി ആൻഡ് ടാൻ സി. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ചെയ്യാം. ഇപ്പം ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ആൻസർ എഴുതുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സൈൻ എ ഇസ് ഈക്വൽ ടു 8.8, ദാറ്റ്സ് ഈക്വൽ ടു 8/10 എന്ന് എഴുതാം നമുക്ക്. 8/10, 0.8, 0.8, 8/10. 9th സെക്കൻഡ് ചാപ്റ്ററിനെ കുറിച്ചൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ഓർത്തു നോക്കൂ. 0.8, ദാറ്റ് ഈസ് 8/10. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇതുപോലെ വരക്കുന്നു. എ ബി സി 8, 10 ഇത് കണ്ടുപിടിക്കാം. ഇവിടെ 10 squared is equal to x squared plus 8 squared, that is 100 is equal to x squared plus 64, that is x squared is equal to 100 minus 64, that is equal to 36. x is equal to root of 36, square root of 36, that is 6. ഇവിടെ നമുക്ക് 6 എന്ന് എഴുതാം. നമുക്ക് ഇനി 3 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാം. ആദ്യത്തെ 2 ചോദ്യങ്ങളുടെ ഉത്തരം വളരെ വേഗത്തിൽ എഴുതാം. അതായത് ബി എന്താണ്? ബി എന്ന് പറയുന്നത് ബി കോസ് എ ഇസ് ഈക്വൽ ടു എയുടെ കോസ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതിന് നമുക്ക് 0.6 എന്ന് എഴുതാം, സൈൻ ഇങ്ങനെ തന്നിരിക്കുന്നത് കൊണ്ട്. ആൻഡ് ടാൻ എ എന്ന് പറയുന്നത് എയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇത് 8/6 എന്ന് എഴുതിയാൽ മതി. ഡെസിമൽ ആക്കാം, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ആൻഡ് സി, സൈൻ സി ഇസ് ഈക്വൽ ടു സിയുടെ സൈൻ എന്താണ്? 6/10 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് സി
that is equal to 8/10 and tan C is equal to 6/8. ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. 6/8 എന്ന് എഴുതാം. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. In triangle ABC, angle B is equal to 90 degree. Cos C is equal to x. Cos C എന്ന് പറയുന്ന x ആണ്. Draw a diagram. ഒരു ഡയഗ്രാം വരയ്ക്കുക. A. Write sin C tan C. Write sin A cos A tan A. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഒരു ട്രയാങ്കിൾ വരക്കുന്നു. 90 ഡിഗ്രി ഇവിടെ എഴുതി. യൂഷ്വൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആസ് യൂഷ്വൽ ഇങ്ങനെ ചെയ്യാം. എ സി ബി. നമുക്ക് കോസ് സി ഈസ് ഈക്വൽ ടു എക്സ്. സിയുടെ അഡ്ജസൻറ്റ് സൈഡ് എക്സ് ആണ്. ഇവിടെ 1 എന്ന് എഴുതാം. അപ്പോഴാണല്ലോ x/1 ഇവിടെ വരുന്നത്. എക്സ് എന്ന് പറയുന്നത് x/1 ആണ്. കോസ് സി ഈസ് ഈക്വൽ ടു എക്സ്, ദാറ്റ് ഈസ് x/1. ഇപ്പം എക്സ് ഇവിടെ എഴുതാം, 1 ഇവിടെ എഴുതാം. ഇവിടെ എന്താവും എന്നൊന്ന് നോക്കാം. ഇവിടെ എന്താകും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താവും എന്ന് നോക്കാം. അതായത് AB സ്ക്വയേർഡ് പ്ലസ് എക്സ് സ്ക്വയേർഡ് ഇസ് ഈക്വൽ ടു 1 സ്ക്വയേർഡ്. AB സ്ക്വയേർഡ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയേർഡ് എന്ന് എഴുതാം. 1 സ്ക്വയർ ഇസ് 1. അപ്പോൾ AB ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർഡ് എന്ന് എഴുതാം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഓരോന്നോരോന്നായിട്ട് ലിസ്റ്റ് ചെയ്യാം. ബി. റൈറ്റ് സൈൻ സി. സൈൻ സി എന്ന് പറയുന്നത് സിയുടെ സൈൻ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയേർഡ് ബൈ 1 അത്ര എഴുതിയാൽ മതി. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ടാൻ സി ഈസ് ഈക്വൽ ടു സിയുടെ ഓപ്പോസിറ്റ് സൈഡ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയേർഡ് ബൈ എക്സ്. സി സൈൻ എ. സൈൻ എ എന്ന് പറയുന്നത് x/1. കോസ് എ എന്ന് പറയുന്നത് എയുടെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയേർഡ് ബൈ 1. ദാറ്റ് ഇത്രയും മതി. ആൻഡ് ടാൻ എ, ദാറ്റ് ഈസ് എയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യമായിട്ട് ഈ വർക്ക്ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത് നാലാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇതുപോലെയാണ് ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. ഇതുപോലെ ട്രയാങ്കിൾ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. എ ബി സി ഇതുപോലെ താഴേക്ക് വരച്ചിട്ടുണ്ട്. ദിസ് ഇസ് ഡി ആൻഡ് ദിസ് ആംഗിൾ ഈസ് 10, ദിസ് ഇസ് 8, ഇത് 45. ഓക്കെ, എ ബി ഇസ് ഈക്വൽ ടു 10, ബി സി ഇസ് ഈക്വൽ ടു 8. ബി സി അല്ല, എ ബി ഇസ് 10. Altitude from A to BC, altitude from A to BC, that is this AD is equal to 8. Angle C is equal to 45 degree. ഇത്രയാണ് തന്നിരിക്കുന്നത്, 45 degree. ഓക്കെ, AB is equal to 10. ഓക്കെ, ഇത് 45 degree, ഇത് 8 ആണ് ഇവിടുത്തെ മെഷർ. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം.
ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ്? റൈറ്റ് ദ ലെങ്ത് ബി ഡി. ബി ഡി എത്രയാണെന്നാണ് ചോദ്യം. റൈറ്റ് ദ ലെങ്ത് ബി ഡി. റൈറ്റ് ദ ലെങ്ത് ബി ഡി. ലെങ്ത് ബി ഡി. ബി ഡി എന്ന് പറയുന്ന നീളം എത്രയാണ്? അതിവിടെ ഒരു പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ബി ഡി സ്ക്വയേർഡ് പ്ലസ് ബി ഡി സ്ക്വയർഡ് പ്ലസ് 8 സ്ക്വയേർഡ് ഇസ് ഈക്വൽ ടു 10 സ്ക്വയേർഡ്. ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഓക്കെ, ദാറ്റ് ഈസ് ബി ഡി സ്ക്വയേർഡ് ഇസ് ഈക്വൽ പ്ലസ് 64 ഇസ് ഈക്വൽ ടു 100. ദാറ്റ് ഈസ് ബി ഡി സ്ക്വയേർഡ് ഇസ് ഈക്വൽ ടു 100 minus 64, 36. BD is equal to root of 36, that is equal to 6. ഇത് നമുക്ക് 6 എന്ന് കിട്ടും. BD is equal to 6. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് സൈൻ ബി ആൻഡ് കോസ് ബി. റൈറ്റ് സൈൻ ബി ആൻഡ് കോസ് ബി. നമുക്ക് എഴുതാം സൈൻ ബി ഇസ് ഈക്വൽ ടു ബിയുടെ സൈൻ ഈ റൈറ്റ് ട്രയാങ്കിളിൽ 8/10. കോസ് ബി, ബിയുടെ കോസ് ആണ്, കോസ് മെഷർ ആണ്, അതായത് 6/10. ഇത് രണ്ടും എഴുതി കഴിഞ്ഞു. ഇനി പറയുന്നത് ഫൈൻ ദ ലെങ്ത് ബി സി. ബി സി എത്രയാണെന്നാണ്. അപ്പോൾ നമ്മൾ സി ട്രയാങ്കിൾ ADC is a 45-45-90 triangle. ഇത് 45, ഇത് 45, ഇത് 90. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? ഇത് 8 ആണ് അല്ലേ? AD is equal to 8. Therefore, CD is also 8 and AC is equal to 8√2. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് 8√2. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ്? റൈറ്റ് ലെങ്ത് ബി സി. ബി സി എത്രയായിരിക്കും? ബി സി ഈക്വൽ ടു ഇത് 8 ആണ്, ഇത് 8 ആണ് അല്ലേ? ഓക്കെ, ബി സി ഈക്വൽ ടു 8 + 6, ദാറ്റ് ഈസ് 14 സെന്റിമീറ്റർ. ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം ഇതിനകത്ത് വന്നിരിക്കുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വാട്ട് ഈസ് ദ ഏരിയ ഡി. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ? വാട്ട് ഈസ് ദ ഏരിയ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ? ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഏരിയ ഇസ് ഈക്വൽ ടു half into 14 into 8, that is equal to 56 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറയാം. അതുപോലെ നമുക്ക് 3 സൈഡും കൂട്ടിയിട്ട് പെരിമീറ്ററും കാണാം. പെരിമീറ്റർ എത്രയാണെന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 24 + 8√2 എന്ന് നമുക്ക് പെരിമീറ്റർ കിട്ടുന്നുണ്ട്. 10 + 14 + 8√2, that is 24 + 8√2 എന്ന് നമുക്ക് ഇത്രയും സെൻറ്റിമീറ്റർ എന്ന് പെരിമീറ്റർ കിട്ടും. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനൊരു ചിത്രമുണ്ട്. അതായത് ആ ഫിഗർ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലൊരു ചിത്രം വരച്ചിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ ബൈസെക്റ്റ് ചെയ്തിട്ട് 30-30, ദിസ് ഈസ് 30 ഡിഗ്രി, ദിസ് ഈസ് 30 ഡിഗ്രി. ഓക്കെ, ഈ ഡിസ്റ്റൻസ് 1 ആണ്. എ ബി സി പി, ഇതാണ് ചിത്രം. 90 ഡിഗ്രി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. എ ബി എത്ര? ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ ബി? എ ബി എത്ര എന്നാണ് ചോദ്യം. എ ബി എന്ന് പറയുന്നത് ഈ നീളമാണ് അല്ലേ? ഇത് 60 ഡിഗ്രി ആണെന്ന് വ്യക്തമാണ്. 60 ഡിഗ്രിയാണ് ഉറപ്പ്. അതായത് 30-ക്കെതിരെ 1 ആണെങ്കിൽ അപ്പോൾ നമുക്ക് എഴുതാം ട്രയാങ്കിൾ എ ബി പി ഈസ് എ 30-60-90 ട്രയാങ്കിൾ. അവിടെ നമുക്ക് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. 30-നെതിരെ 1 ആണെങ്കിൽ
എ ബി സീക്കൽ ടു നമുക്കറിയാം, അതായത് √3 എന്ന് കിട്ടും. ഈ സാധനം √3 എന്നാണ് എ ബി കിട്ടുന്നത്. എ ബി സീക്കൽ √3. പിന്നത്തെ ചോദ്യം ബി സി എത്രയാണ്? ബി സി എത്രയാണെന്നൊരു ചോദ്യമുണ്ട്. അപ്പം ഇത് മൊത്തത്തിൽ 60 ആണ്. എത്ര? ട്രയാങ്കിൾ എ ബി സി ഈസ് എ 30, 60, 90 ട്രയാങ്കിൾ. ഇത് 60 ആണ്. ഓക്കെ, ഇത് 30 ആണ്. 30ക്കെതിരെ √3, സൈഡ് ഓപ്പോസിറ്റ് ടു 30 ഈസ് √3. Therefore BC is equal to √3. 30ക്കെതിരെ √3. ഇപ്പോൾ 60ക്കെതിരെ എത്ര? ഇത് മൊത്തത്തിൽ 60 ആണല്ലോ. ഇത് മൊത്തത്തിൽ 60 ആണ്. 60ക്കെതിരെയാണ് ബി സി. √3 ഇൻറ്റു √3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. √3 ഇൻറ്റു 3 √3 ദാറ്റ് ഈസ് √3 ഇൻറ്റു √3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും നമുക്ക്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് പി സി എത്രയാണെന്നാണ്. പി സി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടത്തോളം എത്രയാണ്? 3 ആണ്. താഴെ 1 ആണ് ഈ നീളം. therefore the length is 2. ഇത്രയും കാര്യങ്ങളാണ് ഈ വർക്ക്ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത്. സൈൻ കോസ് ടാൻ എന്ന റേഷ്യോസ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള മെഷേഴ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള ഒരു പരിശീലനമായി ഈ വർക്ക്ഷീറ്റിനെ കാണുക. ഓക്കെ.